ഹായ് കൂട്ടുകാരെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് ഐ വാസ് എബൌട്ട് ടു. ഐ വാസ് എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാൻ തുടങ്ങുകയായിരുന്നു, ചെയ്യാൻ തുടങ്ങുകയായിരുന്നു, ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ പോവാൻ തുടങ്ങുകയായിരുന്നു, ഞാൻ വരാൻ തുടങ്ങുകയായിരുന്നു. ഇങ്ങനെ നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ? അപ്പം അത് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത്? ഇതിന് ഐ വാസ് എബൌട്ട് ടു എന്നുള്ളതിന് ഹിന്ദിയിൽ വാക്ക് നേ ഹി വാലാദ. ഓരോ വാക്കിൻ്റെയും കൂടെ നേ ചേർത്തിട്ട് ഹി വാലാദ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പോവുകയായിരുന്നു, ഇത് ചെയ്യാൻ പോവുകയായിരുന്നു, അത് തുടങ്ങാൻ പോവുകയായിരുന്നു, ഇങ്ങനെയാണ് അർത്ഥം. അപ്പം നേ ചേർക്കാം, വാക്കിൻ്റെ കൂടെ നേ ചേർത്ത് ഹി വാലാദ എന്ന് ഉപയോഗിക്കുന്നതാണ് ഐ വാസ് എബൌട്ട് ടു. ഞാൻ ചെയ്യാൻ തുടങ്ങുകയായിരുന്നു, പോകാൻ തുടങ്ങുകയായിരുന്നു എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഓക്കെ, ഐ വാസ് എബൌട്ട് ടു പ്ലേ. ഐ വാസ് എബൌട്ട് ടു പ്ലേ. ഞാൻ കളിക്കാൻ പോവുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഐ വാസ് എബൌട്ട് ടു പ്ലേ. കളിക്കാൻ പോവുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കളിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നതിന് മയും ഖേൽനെ ഹി വാലാഥ. മയും ഖേൽനെ ഹി വാലാഥ. ഐ വാസ് എബൌട്ട് ടു പ്ലേ. അപ്പോൾ മയും ഞാൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കളിക്കാൻ എന്നുള്ളതാണ്. അപ്പം ഖേൽന കളിക്കുക, അത് നേ കൂട്ടിച്ചേർത്തിട്ട് ഹി വാലാഥ. മയും ഖേൽന എന്നുള്ളത് ഖേൽനേന്നാക്കുക, എല്ലാത്തിൻ്റെയും കൂടെ നേ കൂട്ടിച്ചേർക്കുക. ഖേൽന ഖേൽനേന്നാക്കുക. ബാക്കി ഹി വാലാഥ. മയും ഖേൽനെ ഹി വാലാഥ. ഓക്കെ, ഐ വാസ് എബൌട്ട് ടു സ്ലീപ്പ്. ഐ വാസ് എബൌട്ട് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ തുടങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ പോവുകയായിരുന്നു. അപ്പോൾ ഉറങ്ങാൻ എന്നുള്ളതിന് സോന എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സോനേന്ന് മാത്രം കൂട്ടിച്ചേർക്കുക, ബാക്കി അത് തന്നെ. മയും സോനേഹി വാലാഥ. മയും ഞാൻ, സോനേഹി ഉറങ്ങാൻ, വാലാഥ തുടങ്ങുകയായിരുന്നു. സോനേഹി വാലാഥ. ഓക്കെ, അപ്പം മയും സോനേഹി വാലാഥ. മയും ഖേൽനേഹി വാലാഥ. ഐ വാസ് എബൌട്ട് ടു സേ. ഞാൻ പറയാൻ ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ഈ കാര്യം തന്നെ ഞാനും പറയാൻ തുടങ്ങിയത്. ഐ വാസ് എബൌട്ട് ടു സേ. ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു, പോവുകയായിരുന്നു. മയും തോ കഹ്നേഹി വാലാഥ. മയും ഞാൻ, തോ കഹ്നേഹി, കഹ്നേ, കഹ്ന പറയുക, കഹ്നേ, നേ കൂട്ടിച്ചേർത്ത് നേഹി വാലാഥ. ബാക്കി നേഹി വാലാഥ ലാസ്റ്റ്. ആ വാക്കിൻ്റെ കൂടെ കഹ്ന കഹ്നയായി, ഖേൽന ഖേൽനെ, ഖാന ഖാനെ, സോന സോനെ. ഓക്കെ, ഞാൻ എന്നുള്ളത് എപ്പോഴും അവിടെ മയും എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇത്. അപ്പോൾ മയും തോ കഹ്നേഹി വാലാഥ. ഐ വാസ് എബൌട്ട് ടു കോൾ. നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഫോൺ എടുത്തുള്ളൂ, നിന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ വിളിക്കാൻ ഒരുങ്ങുകയായിരുന്നു. മയും ഫോൺ കർണേഹി വാലാഥ. മയും ഞാൻ, ഫോൺ 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 നമ്മളെടുത്ത് കർണേഹി, ഫോൺ ചെയ്യുകയാണല്ലോ ചെയ്യണേ. അപ്പോൾ ഫോൺ ചെയ്യാനൊരുങ്ങുന്നു, അവിടെ കർണയാണ്, കർണ ചെയ്യുക. ഫോൺ കർണേഹി വാലാഥ. മയും ഫോൺ കർണേഹി വാലാഥ. ഐ വാസ് എബൌട്ട് ടു ഈറ്റ്. ഞാൻ കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. നിന്നെ കാത്തിരുന്ന് ഞാൻ മടുത്ത് കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും എത്തിയല്ലേ? ഞാൻ തുടങ്ങിയായിരുന്നു എന്ന് പറയൂലേ. ഐ വാസ് എബൌട്ട് ടു ഈറ്റ്. മയും ഖാനേഹി വാലാഥ. ഖാന ഭക്ഷണം കഴിക്കലല്ലേ, ഭക്ഷണം. ഖാനേഹി വാലാഥ കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. ഓക്കെ, ഐ വാസ് എബൌട്ട് ടു ഗോ. ഞാൻ പോവാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് പോവാൻ തുടങ്ങുകയായിരുന്നു. മയും പോവുക എന്നുള്ളതിന് ജാന. അപ്പം ജാനേഹി വാലാഥ. ജാന ജാനേന്നാക്കി. മയും ജാനേഹി വാലാഥ. മയും ജാനേഹി വാലാഥ.
ഐ വാസ് എബൌട്ട് ടു ആസ്ക്. ഐ വാസ് എബൌട്ട് ടു ആസ്ക്. ദേ ഞാൻ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്ക് നീ പറഞ്ഞ് ദേ ഞാൻ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. മയും പൂച്ച്ന ചോദിക്കുക. പൂച്ച്നെ ഹി വാലാഥ. മയും പൂച്ച്നെ ഹി വാലാഥ. പൂച്ച്നെ ഹി വാലാഥ. അപ്പം എല്ലാവരും പഠിച്ചിട്ട് പറയാൻ തുടങ്ങിക്കോ. ഐ വാസ് എബൌട്ട് ടു സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു, ചോദിക്കാൻ തുടങ്ങുകയാണ്. ഐ വാസ് എബൌട്ട് ടു ആസ്ക് അല്ലേ. ഇതൊക്കെ ആ മയും എല്ലാത്തിലും പറയാം. ഏത് വാക്കാണോ, പൂച്ചനെയാണെങ്കിൽ പൂച്ചനെ ഹി വാലാത, കഹനയാണെങ്കിൽ കഹനെ ഹി വാലാത, ഫോൺ കർണയാണെങ്കിൽ ഫോൺ കർണെ ഹി വാലാത. എല്ലാത്തിൻ്റെയും കൂടെ നേഹി വാലാഥ കൂട്ടിച്ചേർത്താൽ ഞാൻ തുടങ്ങുകയായിരുന്നു എന്നുള്ള മീനിങ് വന്നു. ഓക്കെ, ബൈ.